ഞാൻ പോകും, ഞാൻ പോകും. നിങ്ങളുടെ ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചേ? ഞാൻ ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ എന്നെ ഒരു അടിമയാക്കി ഇവിടെ അടുക്കളയിൽ തളച്ചിടാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഈ ജോലിക്ക് പോകും. ഞാൻ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു തരും. ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ വാങ്ങിക്കും, ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ. നിങ്ങൾ ഭർത്താക്കന്മാർ വെറും മൂടാച്ചിട്ടാണ്. ഒരു 50 രൂപ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? 4 പൂട എടുക്കാനല്ലേ? ഈ 4 പൂട പ്ലക്ക് ചെയ്യുമ്പോഴുള്ള വേദന എന്താ നിങ്ങൾക്കറിയോ? ഇനി അതൊന്നും സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ഈ ജോലിക്ക് പോകും. സ്വയം പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്ക് ജീവിച്ചു കാണിക്കും. പുറകിൽ നിന്ന് വിളിക്കരുത്, ഞാൻ പോവാ. 10 hours later. ഏട്ടാ ഞാൻ വന്നു. ജോലി കുഴപ്പമില്ലായിരുന്നു, നല്ല ജോലിയായിരുന്നു. പക്ഷെ ഞാൻ ഇനി പോകുന്നില്ല കേട്ടോ. പറഞ്ഞു കേട്ടോ, ഒന്നുമില്ലാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറഞ്ഞു. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പറ്റിപ്പീരാനേട്ടാ. ഞാൻ അവിടെ പോയി കുടുങ്ങാത്തത് എന്തോ ഭാഗ്യം വേണം പറയാൻ. പറ്റിപ്പീരെന്ന് പറഞ്ഞാലുണ്ടല്ലോ 8 മണിക്കൂർ അവിടെ പണിയെടുക്കണം. എന്നാലും 8 മണിക്കൂർ റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കണം. ഏട്ടൻ അറിയാലോ മിസ്റ്റർ, എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇരുന്നോർത്ത് എണീക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഫോണോ എടുക്കാനും സമ്മതിക്കില്ല. ഏട്ടൻ അറിയാലോ എനിക്ക് ഒരു നേരം സ്റ്റാറ്റസ് ഇല്ലാണ്ട് റീൽസ് കാണാണ്ട് പറ്റില്ല. ഫുഡ് ഞാൻ വേണ്ട നോക്കും, ഫോണോ അതൊക്കെ അവിടെ കൊടുത്തിട്ട് വേണം കയറാൻ. പിന്നെ ഷാർപ്പ് 8:30 കയറണം. 10 മണിക്ക് എണീക്കുന്നത് ഞാൻ എങ്ങനെ ഏട്ടാ 8 മണിക്ക് കയറുക? ആക്കോ കലക്കുപരി പൈസ 10 രൂപ പോലും തികച്ച് തരില്ലെന്ന് പറഞ്ഞവര്. അപ്പൊ ഇത് ഉടായിപ്പല്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പോവണ്ടാന്ന്. എന്റെ ഏട്ടനുണ്ടല്ലോ, എന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ എന്റെ കുണുവാവ ഉണ്ടല്ലോ.